ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമി ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കരാമ്പു, ഏലക്ക, പട്ട പിന്നെ ഒരു സ്റ്റാറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള കുഞ്ഞിയതായിട്ട് അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉണങ്ങിയ മുളകും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ആ റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചില്ല ചിക്കൻ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, സാദാ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അത് ആ റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു തക്കാളി പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ തക്കാളിയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നവരെ വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ബാക്കി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വെന്ത് വരാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് ഫുള്ളായിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.